ഒരേ ദിവസം ഒരേ സമയം ഒരേ നദിയുടെ അക്കരെ ഇക്കരെയുള്ള കടവുകളിലായി ആറാട്ട് കുളിക്കുന്ന രണ്ട് തേവർമാരുണ്ട് കേരളത്തിൽ. കോട്ടയം ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും. അതിലൊന്ന് മഹാക്ഷേത്രമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. മറ്റൊന്ന് സമീപകരയായ പാറമ്പുഴയിലെ പെരിങ്ങല്ലൂർ മഹാദേവ ക്ഷേത്രവും. മീനച്ചിലാറ്റിലെ തിരുവഞ്ചൂർ പൂവത്തുമൂട് കടവിലാണ് ഈ രണ്ട് ഭഗവാന്മാരുടെയും ആറാട്ട് നടക്കുന്നത്. ഒരേ സമയത്ത് ഒരേ നദിയുടെ ഇരുകരകളിലായി നടന്നുവരുന്ന ആറാട്ട് ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് നദിയുടെ ഇരുകരകളിലും എത്തിച്ചേരുന്നത്. ഇരു ദേവന്മാരുടെയും ആറാട്ട് നടക്കുന്ന ശുഭവേളയിൽ പവിത്രമാകുന്ന നദിയിൽ ധാരാളം ഭക്തർ ആറാട്ടിനൊപ്പം നീരാട്ട് നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റുമാൻ്റപ്പനൊപ്പം ആറാട്ട് കുളിക്കുന്ന പെരിങ്ങല്ലൂരപ്പനും പെരിങ്ങല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനും വളരെ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പരമഭക്തനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന പാറമ്പുഴക്കരയിൽ പായിക്കാട്ട് മഠത്തിൽ സുബ്രഹ്മണ്യനുണ്ണി ചെമ്പകശ്ശേരി മഹാരാജാവിന്റെ ഭരണത്തിൻ കീഴിലായിരുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കഴകക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. തെക്കങ്കൂർ മഹാരാജാവിന്റെ പ്രജയായിരുന്ന സുബ്രഹ്മണ്യനുണ്ണി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നത് ചെമ്പകശ്ശേരി മഹാരാജാവിന്റെ അനുവാദമില്ലാതെയായിരുന്നു. അതിനാൽ തന്നെ സുബ്രഹ്മണ്യനുണ്ണി ചെമ്പകശ്ശേരി മഹാരാജാവിന്റെ കോപത്തിന് പാത്രീഭൂതനായി. അക്കാലത്ത് അന്യദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ അതാത് നാട്ടുരാജാക്കന്മാരുടെ അനുവാദം മുൻകൂട്ടി വാങ്ങണമായിരുന്നു. രാജാവിന്റെ ശിക്ഷാ നടപടികൾ ഭയന്ന് പരമഭക്തനായിരുന്ന ഉണ്ണി തന്റെ ഇഷ്ടദൈവമായ ചെങ്ങന്നൂർ ശ്രീ മഹാദേവനെ ഇനി മുതൽ നിത്യവും ദർശിക്കാൻ സാധിക്കയില്ലല്ലോ എന്ന മനസ്താപത്തോടെ തന്റെ ഓലക്കുടയും കവടിസഞ്ചിയും കയ്യിലേന്തി സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ പെരിങ്ങല്ലൂരിലെത്തിയ അദ്ദേഹം തന്റെ കൈവശമുണ്ടായിരുന്ന ഓലക്കുടയും കവടിസഞ്ചിയും താഴെ വയ്ക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. വിശ്രമാനന്തരം എത്ര ശ്രമിച്ചിട്ടും ഓലക്കുട ഇളകാതെ വന്നു. തന്റെ സേവാമൂർത്തിയുടെ അനുഗ്രഹത്താലും പ്രശ്നവശാലും ചെങ്ങന്നൂർ ശ്രീ മഹാദേവൻ തന്റെ ഓലക്കുടയിലുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തന്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന മുഴുവഞ്ചേരി നമ്പൂതിരിയെ വിവരം അറിയിക്കുകയും ഇരുവരും ചേർന്ന് തെക്കുംകൂർ മഹാരാജാവിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. രാജാവ് പരിവാര സമേതം പ്രസ്തുത സ്ഥലത്തെത്തി. ഓലക്കുടയിരിക്കുന്ന സ്ഥാനത്ത് ക്ഷേത്രം പണിയാൻ ആജ്ഞ നൽകുകയും ക്ഷേത്രത്തിന്റെ നിത്യച്ചെലവിനായി ജന്മിക്കരമായി ഏകദേശം 5000-ൽ പരം രൂപയും കരമൊഴിവായി ഏകദേശം 300 പറ കണ്ടവും പതിച്ചു നൽകി. കാലാന്തരത്തിൽ ക്ഷേത്രത്തിന് വൃദ്ധിക്ഷയം സംഭവിക്കുകയും 1112 കുംഭമാസം നടയടയ്ക്കുകയും ചെയ്തു. പിന്നെ ഏതാനും ചില ഭക്തജനങ്ങളുടെ ശ്രമഫലമായി 1118 കുംഭമാസം 8-ാം തീയതി ക്ഷേത്ര ഭരണ ചുമതല സർക്കാരിൽ ഏൽപ്പിക്കുകയും നട തുറക്കുകയും ചെയ്തു. ക്രമേണ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ ഭരണ ചുമതലയിൽ വരികയും ചെയ്തു. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് പെരിങ്ങല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള 46ാമത് ഉത്സവമാണ് 2026-ൽ നടക്കുന്നത്. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് ഏറ്റുമാനൂർ ക്ഷേത്രോത്സവ കൊടിയേറ്റിന്റെയും ആറാട്ടിന്റെയും അന്ന് തന്നെ പെരിങ്ങല്ലൂരും കൊടിയേറ്റും ആറാട്ടും നടത്താൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പോലെ തന്നെ താഴമൺ മഠത്തിന് താന്ത്രിക അവകാശമുള്ള ക്ഷേത്രമാണ് പെരിങ്ങല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും. 2026-ൽ ഏറ്റുമാൻ്റപ്പന്റെയും പെരിങ്ങല്ലൂരപ്പന്റെയും ആറാട്ട് നടക്കുന്നത് ഫെബ്രുവരി 27 വെള്ളിയാഴ്ചയാണ്. ഭഗവാന്മാരുടെ ആറാട്ട് കണ്ട് തൊഴുന്നതിനും അവർക്കൊപ്പം നീരാടുന്നതിനുമായി ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ വർഷവും വ്രതമെടുത്ത് കാത്തിരിക്കുന്നത്.